ഹലോ, അങ്ങനെ കഴപ്പ് മുതൽ ദേവര കാണാൻ പോയതാണ്. തൃപ്തിയായി. ഊമ്പസി ഊമ്പസി എന്നാ പടം അവിടെ എടുത്തു വെച്ചേക്കുന്നത്. പടത്തിൻ്റെ സ്റ്റോറിയൊക്കെ പോക്കാം, പക്ഷേ ഈ പടം മെയിനായിട്ട് കുളമാക്കിയത് അനിരുദ്ധാണ്. എന്നാ ഒരു മൂഞ്ചിയ മ്യൂസിക്കാണ് കൊടുത്തേക്കെന്ന് അറിയാമോ? ചില എലിവേറ്റഡ് സീൻസ് ഒക്കെ ഉണ്ട്, അതിനകത്തൊക്കെ കൊടുത്തേക്കുന്ന മ്യൂസിക് കാണണം. ഈ തമിഴ് സിനിമയിൽ കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് മ്യൂസിക്കാണ് ഇതിനകത്തും കൊടുത്തേക്കുന്നത്. ഈ പടത്തിൻ്റെ സ്റ്റോറി വളരെ വീക്കായിരുന്നു. നരേഷൻ സ്റ്റൈലാണെങ്കിലും ജാൻവി കപൂറിനെ എന്തിനാണ് ഈ പടത്തെ എടുത്തതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കുറുപ്പിൽ കണ്ട നമ്മുടെ ഷൈൻ ടോം ചാക്കോട് അതേ ഷൈൻ ടോം ചാക്കയാണ് ഇതിനകത്ത്. പീഡിയൊക്കെ വലിച്ച് അയ്യോ കഷ്ടം. കൊരട്ടല ശിവ 10-15 പടം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 പടങ്ങളാണ് ജനതാ ഗ്യാരേജ്, ശ്രീമന്തുടു, ഭരത് എന്നു നേനു. സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ഒരു 5 മിനിറ്റ് പിടിച്ചിരുത്തും. അവർ ആ ഷിപ്പിൽ പോയിട്ട് സാധനങ്ങൾ കടത്തുന്ന ആ ഒരു സീന്. അവിടെ നിന്ന് പിന്നെ പടത്തിൻ്റെ നറേഷൻ അങ്ങ് മാറിയിട്ട്, ഒന്നാമത് മ്യൂസിക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോറായിരുന്നു. ഏകദേശം പകുതി ആയപ്പോൾ തന്നെ സ്ക്രിപ്റ്റ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ജൂനിയർ NTR ആണ് ദേവര, ദേവരയുടെ മോനാണ് വാര. ഞാൻ കണ്ടത് തെലുങ്കിലാണ്. പ്രകാശ് രാജാണ് ഈ ആക്ച്വലി നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറിൻ്റെ അടുത്ത്. ലാസ്റ്റ് കൊണ്ടത് ബാഹുബലി ഡൂട്ടാക്കി. കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നതെന്ന്. അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സിനുണ്ട്. നിങ്ങൾക്ക് ഇനി പോയി കാണണമെങ്കിൽ അത് കണ്ടു. ഞാനിത് സ്പോയിലർ പറയുന്നില്ല. വെറും ബോർ പടമായിരുന്നു. ജൂനിയർ NTRൻ്റെ ഫാൻസിന് ഇങ്ങനെ ജൂനിയർ NTRനെ കണ്ടുകൊണ്ടിരിക്കാം. ജാൻവി കപൂറിനെ ആ പാട്ടിന് വേണ്ടി മാത്രം എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന്. അത്രയ്ക്കും ബോറായിരുന്നു പടം. എല്ലാ എണ്ണത്തിനും ഇപ്പോൾ പാൻ ഇന്ത്യ ആണ്. അപ്പോൾ പാൻ ഇന്ത്യ ആയതുകൊണ്ട് ഇവർ മെയിനായിട്ട് ചിന്തിക്കുന്നത് ഓരോരോ ഭാഷയിൽ നിന്ന് ഓരോരോ ആക്ടേഴ്സെ കൊണ്ടുവരിക, അവരെ അഭിനയിപ്പിക്കുക. ബാഹുബലിയും KGF ഒക്കെ ഒരു പ്രാവശ്യമേ നടക്കൂ. അതേപോലെ എല്ലാവരും കോപ്പി അടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിങ് ഓഫ് കൊത്തയുടെ അവസ്ഥയായിപ്പോൾ എൻ്റെ പൊന്നു മക്കളെ. അപ്പോൾ ദേവര പാർട്ട് 1-ന് 5-ൽ 1.5 കൊടുക്കാം. ഇതെൻ്റെ അഭിപ്രായമാണ്. ഇനി നിങ്ങൾക്ക് പോയി തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ കാണാം, സമയം വേസ്റ്റ് ചെയ്യണമെങ്കിൽ വേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ സുഖമായിട്ടിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.